Hello my dear students, welcome back to Ambani Teacher, Teachers from Heart. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഫ്രിക്ഷൻ? ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ ഫ്ലോറിലൂടെ ഒരു ബോൾ റോൾ ചെയ്ത് പോവാണ്. ഈ ബോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കുമോ? ഇല്ല, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബോളിന്റെ റോളിംഗ് സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടാണ് ബോളിന്റെ റോളിംഗ് സ്റ്റോപ്പ് ആയത്? കാരണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ സർഫസിൽ നിന്ന് ഒരു ഫോഴ്സ് വരുന്നുണ്ട് ഈ ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഓവർ ദ സർഫസ്. ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട്സ് ബിറ്റ്വീൻ ദി ഒബ്ജെക്ട് ആൻഡ് ദി സർഫസ്. ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇത് നമ്മുടെ സർഫസ്, ഇത് ഒബ്ജെക്ട്. അപ്പോൾ ഒബ്ജക്റ്റും സർഫസും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. The force of friction acts between the object and the surface. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്? Causes of friction. Friction is caused due to the interlocking of irregularities between the two surfaces in contact. രണ്ട് സർഫസസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവ തമ്മിലുള്ള ഇറഗുലാരിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു സർഫസ് സ്മൂത്ത് ആയിരിക്കും, ഒരു സർഫസിൽ കുറച്ച് റഫ് ആയിരിക്കും. അങ്ങനെ രണ്ട് സർഫസും തമ്മിലുള്ള ഇറഗുലാരിറ്റി കാരണമാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. ഇനി സ്മൂത്ത് സർഫസ് ആണെങ്കിൽ മൈന്യൂട്ട് ഇറഗുലാരിറ്റീസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ മൈന്യൂട്ട് ഇറഗുലാരിറ്റി ഉള്ള സർഫസിലാണെങ്കിൽ, സ്മൂത്ത് സർഫസ് ആണെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടാവുള്ളൂ, കാരണം സ്മൂത്ത് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഇനി റഫ് സർഫസ് ആണെങ്കിലോ ലാർജ് ഇറഗുലാരിറ്റീസ് ആയിരിക്കും സർഫസസ് തമ്മിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. So force of friction is more if the surfaces are rough. റഫ് സർഫസിനായിരിക്കും കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. കാരണം എന്താണ്? റഫ് സർഫസിനാണ് കൂടുതൽ ഇറഗുലാരിറ്റി ഉണ്ടാവുന്നത്. അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇപ്പൊ ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ടേബിളിന്റെ പുറത്തൊരു ബോക്സ് വെച്ചു. ഓക്കെ, ഒരു ക്യൂബ് പോലത്തെ ഇത് വെച്ചു, ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റ് വിൽ എക്സേർട്ട് സം ഫോഴ്സ് ഓൺ ദ ടേബിൾ. എന്ന് വെച്ചാൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ് എക്സേർട്ട് ചെയ്യുന്നത് ഡ്യൂ ടു ഇറ്റ്സ് വെയിറ്റ്. അപ്പോൾ അതേസമയം തന്നെ ടേബിൾ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് തിരിച്ച് ആ ഒബ്ജക്റ്റിലേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് റിയാക്ഷൻ. നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോയിൽ പറഞ്ഞു, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒബ്ജക്റ്റ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷനും ടേബിൾ തിരിച്ച് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോസ് അപ്പൊ ഇവിടെ എന്താണ്, ഇത് മൂവ് ചെയ്യുന്നില്ല. സപ്പോസ് ഇപ്പൊ ഒരു ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, സ്മോൾ ഫോഴ്സ് എഫ് ഇസ് അപ്ലൈഡ് ഇൻ ദിസ് ഡിറക്ഷൻ. ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിന് നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷെ ഇത് മൂവ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ സൈഡിലേക്കല്ലേ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറ്റൊരു ഫോഴ്സ് വരുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്. when we apply some small amount of force to the object, ഓപ്പോസിറ്റ് സൈഡിൽ ഇത് ഒരു ഫോഴ്സ് വരുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എഫ് എസ് എന്ന് ഇടാൻ കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോഴും ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. ഒരു ലിമിറ്റിംഗ് എമൗണ്ട് വരെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒബ്ജക്റ്റ് മൂവ് ആവില്ല. വൺസ് യു എക്സീഡ് ദ ലിമിറ്റിംഗ് എമൗണ്ട്, ഒരു ലിമിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒബ്വിയസ്ലി ദ ഒബ്ജക്റ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ്. കണ്ടോ? അപ്പൊ ആദ്യം കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഒബ്ജക്റ്റ് മൂവ് ചെയ്തില്ല. പിന്നെ കുറച്ചും കൂടി ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോഴും ഒബ്ജക്റ്റ് മൂവ് ചെയ്തില്ല. പിന്നെ കുറച്ചും കൂടി അപ്ലൈ ചെയ്തു, അപ്പോഴും മൂവ് ചെയ്തില്ല. പിന്നെ ഒരു ലിമിറ്റിംഗ് എമൗണ്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് മൂവിങ്. മനസ്സിലായോ? ഇപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇപ്പൊ നമുക്ക് ആദ്യം അറിയാൻ എന്ത് പറഞ്ഞു? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എൻ ഓഫ് ദ ടേബിൾ. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും റിയാക്ഷൻ എന്നും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ഒബ്ജക്റ്റ് മൂവ് ആവില്ല. ഇനി നമ്മളൊരു സ്മോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഈ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു സ്മോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു.
If the body is applied a small force F, the body in practice does not move. Body move ചെയ്യില്ല. Okay. Clearly, the body remains at rest because some other force comes into play in the opposite direction to the applied force. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഫോഴ്സ് വന്നു, റിസൾട്ടിങ് ഇൻ സീറോ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി. അപ്പൊ ഇവിടെ നിന്നും ഫോഴ്സ് വന്നു, അതിന്റെ ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഈ സൈഡിൽ നിന്നും വന്നു. അപ്പൊ അത് കാരണം ബോഡി മൂവ് ചെയ്തില്ല, ബോഡി റെസ്റ്റിലാണ്. ബോഡി ഇങ്ങനെ വന്ന ഓപ്പോസിറ്റ് വന്ന ബോഡിക്ക് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓപ്പോസിറ്റ് വന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സ്വന്തമായിട്ട് ഉണ്ടാവില്ല. ഇപ്പൊ ബോഡി ഒരു റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ദ മൊമെന്റ് വി സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ദ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ടേക്സ് പ്ലേസ്. ഒരു ഒബ്ജക്റ്റ് വെറുതെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കണമെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യില്ലേ, ആ ടൈമിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിഗിൻ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ എഴുതാവുന്നുള്ളൂ കേട്ടോ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ബൈ ഇറ്റ്സെൽഫ്. ഇറ്റ് കംസ് ഇൻ ടു പ്ലേ ദ മൊമെന്റ് ദർ ഇസ് ആൻ അപ്ലൈഡ് ഫോഴ്സ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അവിടെ ഉണ്ടായത്. നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് വന്നു, അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആസ് എഫ് ഇൻക്രീസസ്, നമ്മൾ എഫിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു, എഫ് എസ് ഓൾസോ ഇൻക്രീസസ്. നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇൻക്രീസ് ചെയ്തു, റിമൈനിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു അത്രയും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വന്നു, കീപ്പിംഗ് ദ ബോഡി അറ്റ് റെസ്റ്റ്. അപ്പൊ ബോഡി അപ്പോഴും റെസ്റ്റിലാണ്. പിന്നെ സിൻസ് ദ ബോഡി ഇസ് അറ്റ് റെസ്റ്റ്, ദ ഫ്രിക്ഷൻ ഇസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ബോഡി റെസ്റ്റ് ആയപ്പോൾ ഫ്രിക്ഷൻ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് ഡിനോട്ട് ചെയ്തത് എഫ് എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറി കൈനറ്റിക് ഫ്രിക്ഷൻ ആയി, എഫ് കെ. കണ്ടോ, once the body started moving, fs മാറി fk ആയി. Since the body is at rest up to the maximum limit, it is called the limiting value of static friction. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ, അപ്പോൾ ഒരു ലിമിറ്റ് വരെ നമ്മൾ അപ്ലൈ ചെയ്താൽ ബോഡി മൂവ് ചെയ്യില്ല. ആ ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബോഡി വിൽ സ്റ്റാർട്ട്സ് ടു മൂവ്. ആ ലിമിറ്റിംഗ് മാക്സിമം ലിമിറ്റിനാണ് നമ്മൾ എഫ് എസ് മാക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എഫ് എസ് മീൻസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എഫ് എസ് മാക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ദ ഇംപെൻഡിങ് മോഷൻ. അപ്പൊ എന്താണ് ഇംപെൻഡിങ് മോഷൻ? ഇംപെൻഡിങ് മോഷനെ എതിർക്കും ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് ഇംപെൻഡിങ് മോഷൻ? ദ ടേം ഇംപെൻഡിങ് മോഷൻ മീൻസ് മോഷൻ ദാറ്റ് വുഡ് ടേക്സ് പ്ലേസ് അണ്ടർ ദ അപ്ലൈഡ് ഫോഴ്സ് ഇഫ് ഫ്രിക്ഷൻ വേർ ആബ്സെന്റ്. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ബോഡി മൂവ് ചെയ്യുമായിരുന്നു അല്ലെ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ആദ്യം ബോഡി മൂവ് ചെയ്യാതിരുന്നത്. അതന്നെയാണ് ഇംപെൻഡിങ് മോഷൻ എന്ന് പറഞ്ഞാൽ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ബോഡി എത്ര മൂവ് ചെയ്യുമായിരുന്നു, അതിനെയാണ് നമ്മൾ ഇംപെൻഡിങ് മോഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആ മോഷനെ എതിർക്കും. ഇനി when the applied force F exceeds the limit, the body begins to move. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോഡി റെസ്റ്റിലായിരുന്നപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒന്നുമില്ല. നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വന്നു. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിനെതിർത്ത് അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വന്നു. വീണ്ടും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, വീണ്ടും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്തു. വീണ്ടും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ നമ്മളൊരു ലിമിറ്റ് എക്സീഡ് ചെയ്തു. എഫ് എസ് മാക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സീഡ് ചെയ്തപ്പോൾ ബോഡി മൂവ് ചെയ്തു. When the applied force F exceeds the limit, the body begins to move. ഇനി ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എഫ് എസ് മാക്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏരിയ ഓഫ് കോണ്ടാക്ട് ആയിട്ട് ഒരു ബന്ധമില്ല. ഇറ്റ് വേരീസ് വിത്ത് ദ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. എന്താണ് ഇത്? ഏരിയ ഓഫ് കോണ്ടാക്ട് ആയിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് ഇത് വേരി ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തെന്ന് പറയാം? എഫ് എസ് മാക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. പെന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും. പെന്നിന്റെ വാല്യൂ ഡിക്രീസ് ആയാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡിക്രീസ് ആവും. ഇത് ഏരിയ ഓഫ് കോണ്ടാക്ട് ആയിട്ട് ബന്ധമില്ല സ്റ്റാറ്റിക് ഫ്രിക്ഷന്. ഇത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആയിട്ടാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് എഫ് എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. ഇനി നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളഞ്ഞ് ഈക്വൽ ടു സൈൻ ഇടണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് എ കോൺസ്റ്റന്റ്. അപ്പൊ ഞാനിവിടെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഈ സൈൻ മാറ്റി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയ മ്യൂ എസ് വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ മ്യൂ എസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എൻ
mu s into n ആണ്. ഈ n2 നെ into n നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ n ആവും. സോ mu s is equal to fs max by n, where mu s is called the coefficient of static friction. Static friction coefficient ആണ് mu s എന്ന് പറയുന്നത്. So law of static friction നമുക്ക് ഇങ്ങനെ എഴുതാം, fs less than or equal to mu s n എന്ന് എഴുതാം. അടുത്ത നമുക്ക് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഒരു മാക്സിമം ലിമിറ്റ് കഴിഞ്ഞപ്പോൾ എന്തോന്ന് ബോഡി മൂവ് ചെയ്തു. അതിനെയാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. If the applied force F exceeds the limit, the body begins to slide on the surface. When the relative motion has started, the frictional forces decreases from the limiting value of the static friction. ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറഞ്ഞു വരും. ഇനി frictional force that opposes the relative motion between the surfaces in contact is called sliding friction or kinetic friction. അപ്പോൾ എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ? ഓക്കെ, നമ്മൾ ബോഡി മൂവ് ചെയ്തു തുടങ്ങി. അപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ബോഡി മൂവ് ചെയ്തു എന്ന് വെച്ചാൽ ബോഡി ഇങ്ങനെ കണ്ടിന്യൂസ് വർഷങ്ങളോളം മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ബോഡി സ്റ്റോപ്പ് ആവും. ആ ഫോഴ്സിനെയാണ്, അപ്പോൾ ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് വന്നിട്ടാണ് ഈ ബോഡിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. It is denoted by Fk. ഇനി ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനോട് സിമിലർ ആണ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഒന്നാമത്തെ ലോ പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. സ്ലൈഡിംഗ് മറ്റേ സ്റ്റാറ്റിക് ഫ്രിക്ഷനും അത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, Fs ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ കൈനറ്റിക് ഫ്രിക്ഷനും ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ് ഇസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ദ വെലോസിറ്റി. വെലോസിറ്റിനും ഇൻഡിപെൻഡന്റ് ആണ്. ഇനി ആകെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ്, ഇറ്റ് വേരീസ് വിത്ത് ദ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് n എന്ന് കൊടുത്തു. Fk is proportional to n. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമ്മൾ ഈക്വൽ ടു സൈൻ ഇടുകയാണ്. സോ വി വിൽ ഗെറ്റിംഗ് Fk ഈക്വൽ ടു mu kn, where mu k is the proportionality constant. ഈ mu k യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? mu k ഈക്വൽ ടു Fk by n എന്ന് കിട്ടി. സോ mu k എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അടുത്തത് റോളിംഗ് ഫ്രിക്ഷൻ എന്താന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിലൂടെ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ. ദ ഫ്രിക്ഷൻ എക്സേർട്ടഡ് വെൻ ആൻ ഒബ്ജക്റ്റ് റോൾസ് ഓവർ എ സർഫസ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ കണ്ടോ, ഒരു ബോൾ റോൾ ചെയ്യാണ്. സപ്പോസ് ഫ്രിക്ഷൻ ഇല്ലെന്ന് വിചാരിക്കുക, ഈ ബോൾ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ അടുത്തൊരു എക്സാമ്പിൾ, ഒരു വീല്. അപ്പൊ ഫ്രിക്ഷൻ ഇല്ല, റോളിംഗ് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വീലും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മുടെ ഫ്രിക്ഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. റോളിംഗ് ഫ്രിക്ഷന്റെ എന്ത് ചെയ്യും? ഈ കണ്ടിന്യൂസ്ലി റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, കുറച്ച് നേരം കണ്ടത് നിന്നു, കുറച്ച് സ്പീഡിൽ വന്നു, കുറച്ച് നേരം നിന്നു. അപ്പൊ ആരാണ് എന്നെ പിടിച്ചു നിർത്തിയത്? നമ്മുടെ റോളിംഗ് ഫ്രിക്ഷൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സ്റ്റുഡൻസ്.